നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തന്നെ ഉറപ്പിച്ചു പറയാണ് ഒരു പ്രമുഖ മാധ്യമം. മാത്രമല്ല, സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്, സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് എന്നുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോഴത്തെ മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണെന്ന് പറയുകയാണ് സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീകുമാരൻ തമ്പി. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പേരെടുത്ത് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. പത്രസമ്മേളനത്തിനിടെയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിച്ചത്. ആര് സംവിധാനം ചെയ്യണമെന്ന് സൂപ്പർ താരങ്ങളാണ് തീരുമാനിക്കുന്നത്. പഴയ നിർമ്മാതാക്കളെ മുഴുവൻ പുറത്താക്കി. മമ്മൂട്ടിയും മോഹൻലാലും ആദ്യം ഒതുക്കിയത് എന്നെയാണ്. എന്നാൽ പുതിയ നടന്മാർ വന്നതോടെ പവർ ഗ്രൂപ്പ് തകർന്നു. താരമേധാവിത്വം തകർന്നു തുടങ്ങി. ഇനി പവർ ഗ്രൂപ്പ് ഒന്നും സിനിമയിൽ ഉണ്ടാകില്ല. മലയാള സിനിമയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. മാധ്യമങ്ങൾ മലയാള സിനിമയെ താറടിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കുറവ് സ്ത്രീ പീഡനം നടക്കുന്നത് മലയാള സിനിമയിലാണ്. മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിൽ നടക്കുന്ന അത്ര സ്ത്രീ പീഡനങ്ങൾ മലയാളത്തിൽ നടക്കുന്നില്ല. പ്രേം നസീർ, സത്യൻ, മധു എന്നിവർ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഞാൻ മലയാള സിനിമയിലേക്ക് വരുന്നത്. കാസ്റ്റിംഗ് കൗച്ച്, പവർ ഗ്രൂപ്പ് എന്നിവ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ വന്നതിന് ശേഷമാണ് സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ വിളികൾ തുടങ്ങിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ചത് തെറ്റാണ്. അതിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ സർക്കാരാണ് മറുപടി പറയേണ്ടതും. ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നും ശ്രീകുമാരൻ തമ്പി അഭിപ്രായപ്പെട്ടു. അതേസമയം പവർ ഗ്രൂപ്പിലെ മുഖ്യ നടൻ ദിലീപാണെന്നുള്ള ചില റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു. ദിലീപ് ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പാണ് 2017 വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത്. ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ്, കുഞ്ചാക്ക ബോബൻ, പാർവതി തിരുവോത്ത്, ഭാവന തുടങ്ങിയ നിരവധി താരങ്ങൾക്ക് അവസരം നഷ്ടമായി. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടായി. WCC പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നുവെന്നാണ് വിവരം. എന്നാൽ മോഹൻലാലും മമ്മൂട്ടിക്കും പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല എന്നാണ് താരങ്ങൾ പ്രതികരിച്ചത്. താൻ പവർ ഗ്രൂപ്പിന്റെ ഭാഗമല്ല, ഇങ്ങനെയൊരു പവർ ഗ്രൂപ്പ് ഉള്ളതായും തനിക്ക് അറിവില്ല. ആരൊക്കെയാണെന്ന് റിപ്പോർട്ടിൽ ഉണ്ടല്ലോ, അത് പുറത്തു വരട്ടെ, പുറത്തു വരുമ്പോൾ അറിയാമല്ലോ, തെറ്റുകാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത്. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല, അങ്ങനെ ഒന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സമുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ആത്യന്തികമായ സിനിമ നിലനിൽക്കണം എന്നുമാണ് മമ്മൂട്ടി പറഞ്ഞത്.